ഏതായാലും ഞാൻ ഇന്ന് പറയാൻ വന്ന ഫീഡ്ബാക്ക് ഇത്രയാണ്. പിന്നെ AI ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ IT ഫീൽഡിൽ തന്നെ ഉണ്ടായ ആളും കൂടിയാണ്. പ്രസ്ഥാനം നേരത്തെ തന്നെ AI കുറേ സെഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, D4ഉം അല്ലാതെ ആളുകളൊക്കെ. അവരൊക്കെ ടൂൾസിനെയാണ് പരിചയപ്പെടുത്തുക. നമ്മളുടെ ഇന്നത്തെ സാഹിബ് ചെയ്ത ഒരു വ്യത്യസ്തമായ സംഗതി, മൂപ്പര് രാവിലെ വന്നത് അവിടെ ഇരുന്ന് നമ്മൾക്ക് എന്താണോ തരുന്നത് ആ കണ്ടന്റിന് അനുസരിച്ചിട്ട് അതിനെ നമ്മൾ ആസ് എ ട്രെയിനർ എങ്ങനെയൊക്കെ ഇതിനെ ഉപയോഗിക്കാം, ഓരോ ടൂളിനെ എങ്ങനെ മാപ്പ് ചെയ്യാം എന്നുള്ള ഒരു വലിയ പോയിന്റ് മൂപ്പര് കാണിച്ചു തരുന്നു. സാധാരണ ഒരു ടൂൾ എന്ന് പറയുന്നത് ആ ടൂളിന്റെ ഉപയോഗങ്ങൾ ഈ ഫീച്ചർ ആ ഫീച്ചർ ഇങ്ങനെ ആയാലും ഇങ്ങനെ ആവും. അതിന് പകരം ഇന്നത്തെ നമ്മളുടെ സെഷനെ ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് മൂപ്പരത് കൊണ്ടുപോയത്. അതൊരു വളരെ നല്ലൊരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മൈക്ക് എടുത്തത്. ഇതാക്കല്ല ഞാൻ ഈ AI ജെമിനി ഉപയോഗിക്കുന്നുണ്ട്, ക്ലൗഡ്, അതുപോലെ ChatGPT. അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമില്ല. അതിനെ നോക്കല് സെർച്ച് ചെയ്തൊക്കെ. പക്ഷെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ കുറച്ചുകൂടി വെച്ചാൽ നമ്മളതിൽ വളരെ വളരെ ശിശുവാണ്, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹൽക്കയിൽ ഹൽക്ക സെക്രട്ടറി ഒരു യുവാവാണ്. അപ്പോൾ അദ്ദേഹം സാധാരണ ഹൽക്ക റിപ്പോർട്ട് തയ്യാറാക്കൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ അവസാനത്തിന് റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ പഴയ PPT പ്രസൻറ്റേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം. വളരെയധികം ഉപകാരപ്രദമായി, ഗുണകരമായി. പിന്നെ രാവിലത്തെ സെഷൻ തന്നെ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പുതിയ സാഹചര്യത്തിൽ നമ്മൾ നേതൃത്വ പരിശീലനം എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവബോധം കിട്ടി. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ഒറ്റ ശിക്ഷ എന്നല്ല, ചെറിയ രൂപത്തിൽ ChatGPT ഉപയോഗിക്കലുണ്ട്. ഇത്ര വിശാലമായിട്ടൊന്നുമില്ല. ഇതിനെ കുറിച്ച് അറിഞ്ഞു വന്നിട്ടുള്ളൂ. ഒന്ന് പഠിക്കണം എന്നതിലേക്കുള്ളൊരു പ്രചോദനം കിട്ടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് ഇന്നത്തെ മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ആഫ്റ്റർനൂൺ നടന്ന ഈ ഒരു AI ബന്ധപ്പെട്ട വിഷയം, അതിൽ നിസാം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ കുറച്ച് ശിശുക്കളാണ് ഞാനൊക്കെ. അത്യാവശ്യം 2-3 ടൂൾസൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. അതിലേറ്റവും സന്തോഷമായി തോന്നിയത് ആ ഒരു നമ്മളൊക്കെ കുത്തുബയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിഷയം അല്ലെങ്കിൽ ആയത്തുകളൊക്കെ കിട്ടാൻ വല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഫസ്റ്റത്തെ ക്ലൗഡിലിട്ടൊരു സാധനം കാണിച്ചെന്നല്ലോ, പേനയുമായി ബന്ധപ്പെട്ട്. അതൊരു വലിയ ഒരു തിരിച്ചറിവും ഒരു ഉപകാരമായി എന്നുള്ളത് കൂടി. ഏതായാലും വളരെ മനോഹരം. അത് ചെക്ക് ചെയ്യും തീർച്ചയായിട്ടും. ഏതായിരുന്നാലും ഒരു വർക്കിംഗ് ഡേയിൽ വെച്ചത് എന്തുകൊണ്ടെന്നൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നു എസ്കിനോട്. പക്ഷേ വർക്കിംഗ് ഡേ സ്കൂളിൽ അത് ഒഴിവാക്കി വന്നതിനും വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു സെഷനായിരുന്നു ഇന്നത്തെ മൊത്തം പ്രോഗ്രാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് പെർഫെക്റ്റായി ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സുഹേറിൻ്റെ വളരെ എഫക്റ്റീവാണ്. ഒരുപാട് കാര്യം ഇനി പഠിക്കാനുണ്ട് എന്നുള്ളത് ആണ് മനസ്സിലായത്. നമ്മൾ ശിശു അല്ല എന്നാണ് മനസ്സിലായത്. നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ജെമിനി ഉപയോഗിച്ച് അതിൻ്റെ പോയിന്റ്സും കാര്യം നോക്കും, വിഷയം പഠിക്കാനുണ്ടെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. എന്നല്ലാത്ത വേറെ വിഷയങ്ങളെക്കുറിച്ചൊന്നും ധാരണ ഇല്ല. അപ്പോൾ ഇതൊരു ബഹർ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ അന്ന് ചേക്ക് പറഞ്ഞ പോലെ ഒരു സ്പൂണും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം അവസരങ്ങൾ ഉണ്ടായാൽ കൂടുതൽ പഠിക്കാം എന്ന് വിചാരിക്കാം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഗ്രോത്ത് ഉണ്ടല്ലോ, അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സുഹൈർ സാഹിബ്. നമുക്ക് ഹൊറിസോണ്ടൽ ആയിരുന്നു. അപ്പൊ ഈ AI മാത്രം കയറി എന്താ പറയുന്നത്? പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉച്ചക്ക് മുമ്പ് ഉച്ചക്ക് ശേഷം എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ശരിക്കും ഉച്ചക്ക് ശേഷമുള്ള ഡിവിഷൻ ഞാൻ വല്ലാതെ ആക്റ്റീവ് ആയിട്ടില്ല. നേരത്തെ ശിശു എന്ന് പറഞ്ഞാൽ ഞാൻ ഗർഭസ്ഥ ശിശു ആണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത്. കാരണം ഞാൻ ആകെ ഇതിലത്തെ GTP അത് പിന്നെ കുടുങ്ങുന്ന സമയത്ത് ചിലപ്പോ അതൊന്ന് അതിലും വേറെ ഒന്നും അറിയില്ല. അതിലിങ്ങനെ ഈ സാധനം എഴുതി കൊടുക്കും, അതിലെന്തൊക്കെ കാണും, അതിൽ ആവശ്യമുള്ള എടുക്കും. ഇതിന്റെ അപ്പുറത്ത് എനിക്ക് ഈ ലോകത്തിനെ കുറിച്ച് തന്നെ എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അത് സ്വിച്ച് ഓഫ് ആക്കിയെന്ന് വെച്ചാൽ വീട്ടിലെത്തുന്നതിന്റെ ഇടയിലുള്ള ഒരു 5-6 പോയിന്റ് കൂടി ഇനി ഇതിലുള്ളൂ. അപ്പോഴേക്കും ഓഫായിപ്പോ. അപ്പോ അത്രയും ഞാനിതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടോ അങ്ങനെ ആയിപ്പോയതാണ്. ഏതായിരുന്നാലും ഇതെനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ പറഞ്ഞ സംഗതി നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധം ഈ കാലത്ത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ
ഇതൊക്കെ വഴിയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ എന്നില് ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഇപ്പൊ ഈ ഉച്ചക്ക് ശേഷമുള്ള സംഗതി അറിയാൻ ഒത്തിരി ബാക്കിയൊന്നല്ല, ഫുള്ള് ബാക്കിയാന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലായത്. ജുഹൈർ സാഹിബ് ജുഹൈർ സിറിയസ് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ മൂപ്പരുടെ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളാണ്. പിന്നെ എന്തായാലും നമ്മളെ ക്യാമ്പിന്റെ പേര് ടെക്നോ ടെക് കഫേ 1.0 അങ്ങനല്ലേ പറയണ്ടേ? 1.0. അപ്പൊ അതിനുശേഷമാണ് ഈ ലോകത്തേക്ക് വന്നത്. അതിനു മുമ്പ് നമ്മൾ സാധാരണ സംവിധാനത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുക എന്നല്ലാതെ അതിനുശേഷം കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാര്യമായിട്ട് ChatGPT ആണ് കൂടുതൽ ചെയ്യാറ്, ബാക്കിയുള്ളതിലേക്കൊന്നും അങ്ങനെ വരാറില്ല. എല്ലാം ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളൊരു പൊതുധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് എല്ലാത്തിലേക്കും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ നോട്ട്ബുക്ക് എല്ലാമിനെ കുറിച്ച് അവിടെ നിന്ന് കേട്ടു എന്നല്ലാണ്ട് ഇന്ന് വന്നതുകൊണ്ട് അതിൽ കാര്യമായ ഒരു മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് പിന്നെ വളരെ ഏതൊരു പ്രൊഫഷനിലുള്ള ആൾക്കും വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധനമാണ്